നല്ല ചൂട് ചെറുപയർ കഞ്ഞിയും ചെമ്മീൻ ചമ്മന്തിയും നമ്മുടെ ഉണക്കപ്പയർ മെഴുക്ക് വരട്ടിയും മാങ്ങച്ച അടിപൊളി. നല്ല എരിവുണ്ട്, നല്ല ചൂടയുണ്ട്. മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ കോമ്പിനേഷനാണ്, അടിപൊളിയാണ്. ഇതിനായിട്ട് 1 കപ്പ് ചെറുപയറും 1/2 കപ്പ് മട്ടരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മട്ടരിക്ക് പകരം പച്ചരിയായാലും ഉപയോഗിക്കാം. പിന്നെ മാത്രമല്ല ചെറുപയർ ഇത്ര വേണം എന്നില്ല, പക്ഷേ എനിക്ക് ചെറുപയറിൻ്റെ ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം എടുത്തത്. ഇനി നമുക്കൊരു അരമണിക്കൂർ വെള്ളത്തിൽ ഇത് കുതിർത്ത് വയ്ക്കാം. കുതിർത്തില്ലെങ്കിൽ നന്നായി തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിലിന് ശേഷം ഒരു 15 മിനിറ്റ് സിമ്മിൽ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ദേ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഉപ്പ് മാത്രം ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചെരുവിയിടാം, അല്ലെങ്കിൽ നെയ്യെല്ലാം തൂകി കഴിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്ക് നന്നായി തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ദേ നമ്മുടെ ചൂട് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നല്ല മഴയത്ത് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെയുള്ള ഏറ്റവും സൂപ്പർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ചെമ്മീൻ ചമ്മന്തിയാണ്, കാന്താരി മുളകിട്ട ചെമ്മീൻ ചമ്മന്തി. അപ്പോൾ ഇതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ ചെമ്മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഇല്ലാതെ തന്നെയും ഇത് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെയാകുമ്പോൾ പിന്നെ ഇനി വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. ദേ ഇപ്പോൾ നന്നായി തന്നെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒടിക്കുമ്പോൾ ടക്കുന്നാണ് ശബ്ദം കേൾക്കുന്ന ആ ഒരു പാകത്തിന് നമുക്കിത് വറുത്ത് മാറ്റി വയ്ക്കാം. ചൂടാറുമ്പോൾ മിക്സിയിൽ ഒരു പൾസ് അത്രേ വേണ്ടൂ. ദേ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി, അത് ഞാനൊരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്, അതിടാം. പിന്നെ നല്ല പച്ച കാന്താരിയാണ് വേണ്ടത്, അത് കിട്ടിയില്ല, അതുകൊണ്ട് വെള്ള കാന്താരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി വേണ്ടത് പുളി ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് എടുക്കാം. ഇനി മിക്സിയിൽ ഒരു പൾസും കൂടെ മതി. ഇതേ ചതഞ്ഞ് കിട്ടാനേ പാടുള്ളൂ കേട്ടോ, അരയരുത്. നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോഴുള്ള മണം തന്നെ ഉണ്ടല്ലോ, അടിപൊളിയാണ്. മഴയത്ത് നല്ല ചൂട് കഞ്ഞിയും ചെമ്മീൻ ചമ്മന്തിയും പിന്നെ നമുക്ക് വീട്ടിലുള്ള അച്ചാർ അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കഴിച്ചാൽ വേറെ ഒന്നും വേണ്ട, സ്വർഗം.